ഞാൻ ഡോക്ടർ രാധിക എരാജൻ, പ്രാൺ ഹോസ്പിറ്റൽ ഒരുവാതിൽ കോട്ടയിലെ കൺസൾട്ടൻറ്റ് ഓബ്സ്റ്റിട്രിഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഐപില്ലിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും പരിചിതമായ ഒരു പേരാണ് ഐപിൽ. ഗർഭനിരോധന മാർഗങ്ങളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മുന്നിട്ട് നിൽക്കുന്ന രണ്ട് പേരുകൾ പറയാനുണ്ടാകും. അതിലൊന്ന് കോണ്ടമും മറ്റേത് ഐപില്ലുമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഐപിൽ? ഐപിൽ എന്നാൽ ഒരു എമർജൻസി കോൺട്രസെപ്ഷൻ മാത്രമാണ്. അതായത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും ഉപയോഗിക്കാതെ ചെയ്യുന്ന ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അനാവശ്യമായ ഗർഭധാരണം തടയാനായി ഉപയോഗിക്കുന്ന ഒരു എമർജൻസി പില്ലാണ് ഐപിൽ എന്നുള്ളത്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് ലീവോനോർജെസ്ട്രൽ എന്നുള്ളൊരു ഹോർമോണാണ്. ഇത് സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രോജസ്ട്രോൺ എന്നുള്ള ഹോർമോണിൻ്റെ ഒരു സിന്തറ്റിക് വേരിയൻ്റ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ബർത്ത് കൺട്രോൾ ടാബ്ലറ്റ്സ്, അതായത് 21 ദിവസം കഴിക്കുന്ന സ്ത്രീകൾ കഴിക്കുന്ന ടാബ്ലറ്റിലുള്ള ഹോർമോണിൻ്റെ അളവിനേക്കാൾ 3-4 ഇരട്ടി കൂടുതലാണ് എമർജൻസി കോൺട്രസെപ്റ്റീവ്, അതായത് ഐപില്ലിൽ അടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ കണക്ക്. അപ്പോൾ ഇത് വളരെ ഹൈ ഡോസിലുള്ള ഒരു പില്ലാണ്. ഇതെപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ അനാവശ്യമായ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് 24 മുതൽ 72 മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ ഐപിൽ കഴിക്കേണ്ടത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഏർലിയർ ദ ബെറ്റർ എന്നാണ് പറയുന്നത്. അതായത് എത്ര നേരത്തെ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുമോ അത്രയും കൂടുതൽ അതിൻ്റെ എഫിക്കസി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഐപിൽ കഴിച്ചു കഴിഞ്ഞാൽ 100% ഗർഭാവസ്ഥയെ തടയാൻ സാധിക്കുമോ? ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മാത്രമല്ല OPയിൽ ഐപിൽ കഴിച്ചിട്ടും ഗർഭിണിയായി എന്ന് നിരവധി പേര് പരാതി പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐപിൽ വർക്ക് ചെയ്യുന്നത് ഓവുലേഷനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ്. അതായത് സ്ത്രീയുടെ ആർത്തവ ചക്രത്തിൻ്റെ നടുക്ക് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഓവുലേഷൻ അഥവാ അണ്ടോൽപാദനം. അപ്പോൾ ഈ സമയത്താണ് അണ്ടം അണ്ടാശയത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഇതിന് 24 മണിക്കൂറുകൾക്കുള്ളിലാണ് ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്നത്. അണ്ടബീജ സങ്കലനം ഈ 24 മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാകുകയും അതൊരു ഭ്രൂണമായി മാറുകയും പിന്നീട് ആ ഭ്രൂണം ഗർഭസ്ഥ യൂട്രസിൻ്റെ പാളിയിലേക്ക് ഒട്ടിപ്പിടിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത്. അപ്പോൾ ഈ പ്രക്രിയയിൽ ഐപില്ലിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ അണ്ടോൽപാദനത്തെ തടയുന്നു, അല്ലെങ്കിൽ ഈ അണ്ടബീജ സങ്കലനത്തിനെ ഡിലേ ചെയ്യിക്കുന്നു. അപ്പോൾ ഇതൊരു ഓവുലേഷൻ ഡിലേ ചെയ്യുന്ന അല്ലെങ്കിൽ ഓവുലേഷൻ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കേണ്ടത് ആർത്തവ ചക്രത്തിൻ്റെ ആദ്യ പകുതിയിലാണ്. അതായത് അണ്ടോൽപാദനം നടക്കുന്നതിന് മുൻപേ കഴിക്കുകയാണെങ്കിൽ ഐപിൽ വളരെയധികം ഇഫക്റ്റീവാണ്. എന്നാൽ ഓൾറെഡി അണ്ടോൽപാദനം നടക്കുകയും ഒരു ഭ്രൂണമായിട്ട് ഉണ്ടാകുകയും ചെയ്ത ഒരു അവസ്ഥയിൽ ഐപിൽ എടുത്തു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ടാകുന്നതല്ല. അതായത് ആർത്തവ ചക്രത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഐപിൽ എടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഗർഭമുണ്ടായി കഴിഞ്ഞാൽ ആ ഗർഭത്തിനെ അബോർട്ട് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഗർഭചിത്രം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ ടാബ്ലറ്റിനില്ല. അപ്പോൾ ഇത് അബോർഷൻ ഉണ്ടാക്കുന്ന ഒരു ടാബ്ലറ്റ് അല്ല, ഗർഭാവസ്ഥയെ തടയുന്ന ഒരു ടാബ്ലറ്റ് മാത്രമാണ്. അപ്പോൾ ഇത് പലരും കൺഫ്യൂസ് ചെയ്ത് വിചാരിക്കാറുമുണ്ട്. എന്നാൽ ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുതയാണ്. എല്ലാവർക്കും ഐപിൽ കഴിക്കാമോ? സാധാരണഗതിയിൽ 25 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളാണ് ഐപിൽ എടുക്കാനായി റെക്കമെൻഡ് ചെയ്യുന്നത്. 25 വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ ഐപിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിനകത്തുള്ള ഹോർമോണിൻ്റെ അളവ് വളരെ കൂടുതലായാണ് കാണപ്പെടുന്നത്. ഐപിൽ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ? സാധാരണഗതിയിൽ തലവേദന, മാറിടത്തിൽ വേദന, ഛർദിൽ, ഓക്കാനം, മലബന്ധം, വയറുവേദന, ചെറിയ രീതിയിലുള്ള സ്പോട്ടിംഗ്, ആർത്തവ ചക്രത്തിലുള്ള ക്രമക്കേട് മുതലായവ ഐപിൽ എടുക്കുന്ന ഗർഭിണികളിൽ കണ്ടുവരാറുണ്ട്. ഇനി ഐപിൽ എടുക്കാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കരൾ രോഗങ്ങളിൽ നിന്ന് സഫർ ചെയ്യുന്നവർ, അതുപോലെ സ്തനാർബുദമുള്ള രോഗികൾ, ധമനിയിലെ രോഗങ്ങൾ ഉള്ള ആളുകൾ, പോർഫൈറിയ മുതലായ അസുഖങ്ങളുള്ളവർ ഐപിൽ എടുക്കാൻ പാടില്ല. അതുപോലെ മറ്റ് ചില മരുന്നുകൾ, ആൻറ്റിബയോട്ടിക് മരുന്നുകളും അതുപോലെ ഫംഗൽ ഇൻഫെക്ഷന് കൊടുക്കുന്ന ഓറൽ ടാബ്ലറ്റുകളുമായി ഐപിൽ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ മരുന്നുകൾ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഐപിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കില്ല. മാത്രമല്ല ചിലർക്ക് പ്രൊജസ്ട്രോണിനോട് അഡിക്ഷനും അതുപോലെ അലർജിയും ഉണ്ടാകുന്ന ആളുകളുണ്ട്. അവരും ദയവായി ഐപിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എമർജൻസി കോൺട്രാസെപ്ഷൻ മാത്രമാണ്. സ്ഥിരമായി നിങ്ങൾക്ക് ഒരു ഗർഭനിരോധന മാർഗമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. സ്ഥിരമായ ഗർഭനിരോധന മാർഗങ്ങൾ ആവശ്യമുള്ള ഗർഭിണിക്ക് മറ്റു പല ഓപ്ഷൻസും ഉണ്ട്. അവയിൽ ലോഡോസ് ഉള്ള ബർത്ത് കൺട്രോൾ പില്ലുകൾ, അതായത് 21 ദിവസം കഴിക്കുന്ന ലോഡോസ് പില്ലുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്.
പിന്നെ 2 ഗർഭങ്ങൾക്ക് ഇടയിൽ സ്പേസിങ് ആവശ്യമുള്ളവർ, അതായത് അടുത്ത കുഞ്ഞ് 2-3 വർഷം കഴിഞ്ഞു മതി എന്ന് വിചാരിക്കുന്നവർക്ക് കോപ്പർ ടി മുതലായ മാർഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നൂതനമായിട്ടുള്ള ഇംപ്ലാന്റ് എന്നുള്ള ഒരു കോൺട്രസെപ്ഷൻ ഉണ്ട്. അതായത് കൈയിൻ്റെ പുറകു ഭാഗത്തായി ഇൻസേർട്ട് ചെയ്യുന്ന ഒരു റോഡാണ് ഈ ഇംപ്ലാന്റ് അഥവാ ഇംപ്ലാനോൺ. അപ്പോൾ ഇത് ചെറിയൊരു 3 വർഷത്തേക്കുള്ള പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യും. ചെറിയ ഡോസിൽ ഹോർമോൺ ശരീരത്തിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവയൊക്കെ റൂട്ടീൻ കോൺട്രസെപ്ഷൻ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിക്കാവുന്നതും വളരെ മിതമായ സൈഡ് എഫക്ട്സ് മാത്രം ഉണ്ടാക്കുന്നവയുമാണ്. പക്ഷേ ഐപിൽ എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു എമർജൻസി കോൺട്രസെപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വിവരമാണ് എനിക്ക് നിങ്ങളോട് ഈ എപ്പിസോഡിൽ ഷെയർ ചെയ്യാനുള്ളത്. മറ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.